നമ്മളുടെ ഡിസ്കഷൻ എത്തിക്കുന്നത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്നുള്ള ഈ ഒരു സെക്ഷനിലാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സെറ്റ് ഓഫ് പോളിനോമിയൽസ് ഓർ എ ഫീൽഡ്, ആ സെറ്റ് ഓഫ് പോളിനോമിയൽസിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. അതേപോലെ തന്നെ ഒരു ഫീൽഡിൻ്റെ ആൾജിബ്രിക് എക്സ്റ്റൻഷനെ നമ്മൾ എപ്പോഴാണ് ആ എക്സ്റ്റൻഷൻ സ്പ്ലിറ്റിംഗ് ഫീൽഡാണെന്നുള്ളതും ഡിഫൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൂവ് ചെയ്തത് ഒരു ഫീൽഡിൻ്റെ ആൾജിബ്രിക് എക്സ്റ്റൻഷൻ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആകാനുള്ള നെസസറി സഫിഷ്യൻറ്റ് കണ്ടീഷനാണ്. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. നെസസറി സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് എവറി ഓട്ടോമോർഫിസം ഓഫ് ഫീൽഡ് എഫ് ആണെങ്കിൽ അതിൻ്റെ ആൾജിബ്രിക് ക്ലോഷറിൽ ഡിഫൈൻ ചെയ്യുന്ന ഓട്ടോമോർഫിസംസ്, എഫിനെ ഫിക്സ് ചെയ്യുന്ന രൂപത്തിലുള്ള ഓട്ടോമോർഫിസംസ് പിന്നെ നമുക്ക് ഇന്ന് ഇയിലേക്കുള്ള ഓട്ടോമോർഫിസായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ഇതേ രൂപത്തിലുള്ള എഫ് ക്ലോഷറിന് ഉള്ള ഓട്ടോമോർഫിസംസ്, എഫിനെ ഫിക്സ് ചെയ്യുന്ന ഓട്ടോമോർഫിസംസ് ഈൻ്റെ മുകളിൽ ഒരു ഓട്ടോമോർഫിസത്തിനെ ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, എഫിനെ ഫിക്സ് ചെയ്യുന്ന രൂപത്തിൽ. അതാണ് നമ്മൾ ചെയ്തിട്ടുള്ള നമ്മൾ അവസാനമായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള തിയറി. സോ നെക്സ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു പോളിനോമിയലിനെ എപ്പോഴാണ് ഒരു പോളിനോമിയൽ ഒരു ഫീൽഡിൽ എപ്പോഴാണ് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മളെ കയ്യിൽ എഫ് എന്നുള്ളൊരു ഫീൽഡ് ഉണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണ്. സോ ഒരു പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഓർ ദി ഫീൽഡ് എഫ് ഇൻ ദി ഡൊമൈൻ ഓഫ് പോളിനോമിയൽസ് ഓർ എഫ് ഇതിൽ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. ഓക്കെ, ഒരു പോളിനോമിയൽ ഓർ എ ഫീൽഡ് എഫ് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡിൽ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ആ പോളിനോമിയലിനെ നമുക്ക് എക്സ്റ്റൻഷൻ ഫീൽഡിലെ ലീനിയർ പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റായിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കെന്ത് പറയാം, എഫ് എന്നുള്ള പോളിനോമിയൽ എന്നുള്ള ഫീൽഡ് എഫിൻ്റെ എക്സ്റ്റൻഷൻ ഫീൽഡിൽ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 5x സ്ക്വയർ പ്ലസ് എക്സ് റൈസ് ടു 4 മൈനസ് 5x സ്ക്വയർ പ്ലസ് 6 എന്നുള്ള ഈ പോളിനോമിയൽ ഓർ ദി ഫീൽഡ് ഓഫ് റാഷണൽസ് കൺസിഡർ ചെയ്താൽ ഈ ഒരു പോളിനോമിയലിൻ്റെ റൂട്ട്സ് ആയിരിക്കും നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സ്ക്വയർ റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 ആൻഡ് പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 3. ഓക്കെ, അപ്പോൾ ഈ നമ്പേഴ്സ് എവിടെ ഉണ്ടാകും? എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ക്യൂ, സ്ക്വയർ റൂട്ട് ഓഫ് 2 ആൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് 3 ഈ ഒരു ഫീൽഡിൻ്റെ അകത്ത് ഉണ്ടാകും. സോ നമുക്ക് ഈ ഒരു പോളിനോമിയലിനെ എങ്ങനെ ചെയ്യാം? എക്സ് മൈനസ് റൂട്ട് 2, എക്സ് പ്ലസ് റൂട്ട് 2, എക്സ് മൈനസ് റൂട്ട് 3, എക്സ് പ്ലസ് റൂട്ട് 3. ഓക്കെ, ഈ 4 പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റായിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും, ലീനിയർ ഫാക്ടേഴ്സായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കണ്ടാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു തിയറാണ്. നെക്സ്റ്റ്, സപ്പോസ് ഈ ആൾജിബ്രിക് ക്ലോഷറിലുണ്ട്, എഫിൻ്റെ ആൾജിബ്രിക് ക്ലോഷറിലുണ്ട്, അത് എഫിൻ്റെ ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്. ഓക്കെ, എഫിൻ്റെ ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്. ഓക്കെ, സോ അപ്പോൾ നമ്മളെ കയ്യിലുള്ളത് എഫിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണ്. ഈ എഫ് ക്ലോഷറിൻ്റെ അകത്താണ്. സോ ഈ ഒരു എക്സ്റ്റൻഷൻ അൾജിബ്രിക് ആയിരിക്കും. ഓക്കെ, എഫ് എന്ന ഇയിലേക്കുള്ള എക്സ്റ്റൻഷൻ അൾജിബ്രിക് ആയിരിക്കും. നമ്മൾ അസ്യൂം ചെയ്യുന്നത് അതൊരു സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്, അങ്ങനെയാണ് തിയറം പറയുന്നത്. ഈയിൽ സീറോ എക്സിസ്റ്റ് ചെയ്യുന്ന ഓർ ദി ഫീൽഡ് ഓഫ് പോളിനോമിയൽസ് ഓർ ദി ഫീൽഡ് ഓഫ് എഫ് പോളിനോമിയൽസ് കൺസിഡർ ചെയ്താൽ, എങ്ങനെയുള്ള പോളിനോമിയൽസ്? ഇറെഡ്യൂസിബിൾ പോളിനോമിയൽസ് കൺസിഡർ ചെയ്താൽ, ഒന്നുകൂടെ പറയാം, ഈയിൽ സീറോ എക്സിസ്റ്റ് ചെയ്യുന്ന ഇറെഡ്യൂസിബിൾ പോളിനോമിയൽസ് ഓർ ദി ഫീൽഡ് ഓഫ് എഫ് അല്ലെങ്കിൽ ഇൻ ദി ഫീൽഡ് ഡൊമൈൻ ഓഫ് പോളിനോമിയൽസ് ഓർ എഫ് ഓവർ ദി ഫീൽഡ് ഓഫ് എഫ് ഒരു ഇറെഡ്യൂസിബിൾ പോളിനോമിയലിന് ഈയിൽ ഒരു സീറോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോളിനോമിയൽ ഈയിൽ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അതായത് ലീനിയർ പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റും?
ആ ഇറെഡ്യൂസിബിൾ പോളിനോമിയലിനെ എഴുതാൻ പറ്റും. അതിനുള്ള ഒരു കണ്ടീഷനാണ് എന്ത്, ആ ഇറെഡ്യൂസിബിൾ പോളിനോമിയലിന് ഈ എന്നുള്ള ഫീൽഡിൽ ഒരു 0 എങ്കിലും എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് ഇഫ് ഇ ഈസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓർ എഫ് ഇൻ ദി അൾജിബ്രിക് ക്ലോഷർ ഓഫ് എഫ്, ദെൻ ബൈ എബവ് തിയറം നമുക്ക് ഞാൻ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള തിയറ പ്രകാരം നമുക്ക് എന്ത് പറയാം, എഫ് ക്ലോഷറിൻ്റെ അകത്ത് അല്ലെങ്കിൽ എഫ് ക്ലോഷറിൻ്റെ മുകളിൽ ഡിഫൈൻ ചെയ്യുന്ന ഏതൊരു ഓട്ടോമോർഫിസത്തിന്, എങ്ങനെയുള്ള ഓട്ടോമോർഫിസം, ഇവിടെ ഒരു കാര്യം ആഡ് ചെയ്യണം, ലീവിങ് എഫ് ഫിക്സ്ഡ്, എഫിനെ ഫിക്സ് ചെയ്യുന്ന രൂപത്തിലുള്ള ഏതൊരു ഓട്ടോമോർഫിസം എഫ് ക്ലോഷറിൻ്റെ മുകളിൽ കൺസിഡർ ചെയ്താലും അതിനെന്ത് ചെയ്യാം, ഇയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എഫിനെ ഫിക്സ് ചെയ്യുന്ന എഫ് ക്ലോഷറിൻ്റെ മുകളിലുള്ള ഏതൊരു ഓട്ടോമോർഫിസത്തിനെയും നമുക്ക് ഇന്ന് ഇയിലേക്കുള്ള ഓട്ടോമോർഫിസായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ ഓൾറെഡി തൊട്ട് മുന്നത്തെ തിയറത്തിൻ്റെ പ്രൂഫിൽ കണ്ടിട്ടുണ്ട്, ഈസ് എ സ്പ്ലിറ്റിംഗ് ഓഫ് ഫീൽഡ് ഓഫ് ഓർ എഫ് ഫീൽഡ് ഓവർ എഫ് ഓഫ് ദി സെറ്റ് ജി കെ ഓഫ് എക്സ്. ജി കെ എന്നുള്ളത് ഞാൻ തൊട്ട് മുന്നിൽ പ്രൂഫിൽ കൊടുത്തിട്ടുള്ള അതേ ജി കെ ഓഫ് ഓൾ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽസ് ഇൻ ദി ഡൊമൈൻ ഓഫ് പോളിനോമിയൽസ് ഓവർ എഫ് ഹാവിങ് എ 0 ഇൻ ഇ. ഓക്കെ, ഞാൻ ഈനെ സ്പ്ലിറ്റിംഗ് ഫീൽഡാന്ന് പ്രൂവ് ചെയ്തത് എങ്ങനെയാണ്, ഞാൻ ഡൊമൈൻ ഓഫ് പോളിനോമിയൽസ് ഓവർ എഫിൽ ഇയിൽ 0 എക്സിസ്റ്റ് ചെയ്യുന്ന ഇറെഡ്യൂസിബിൾ പോളിനോമിയൽസ്, ഓക്കെ, ഇവിടെ ഈ ഒരു ഡൊമൈനിൽ ഇയിൽ 0 എക്സിസ്റ്റ് ചെയ്യുന്ന ഇറെഡ്യൂസിബിൾ പോളിനോമിയൽസിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡായിട്ടാണ് ഞാൻ തൊട്ട് മുന്നത്തെ തിയറത്തിൽ കൺസിഡർ ചെയ്തത്. അങ്ങനെയുള്ള ഇറെഡ്യൂസിബിൾ പോളിനോമിയൽസാണ് ജി കെ ഓഫ് എക്സ്. അപ്പോൾ അവരുടെ സ്പ്ലിറ്റിംഗ് ഫീൽഡായിരിക്കും എന്ത്, ഇ. സോ ദസ് ആൻ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഇൻ ദി ഡൊമൈൻ ഓഫ് പോളിനോമിയൽസ് ഓർ എഫ് ഹാവിങ് എ 0 ഇൻ ഇ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈ ജി കെ ഓഫ് എക്സിൽ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അത് ഈ ജി കെ ഓഫ് എക്സുകളുടെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് ഇ. അപ്പോൾ എഫ് എന്ത് ചെയ്യും, ഇയിൽ ഡൊമൈൻ ഓഫ് പോളിനോമിയൽസ് ഓവർ ഇയിൽ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. സോ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യാൻ മീൻസ് നമുക്ക് എന്ത് പറയാം, അവരുടെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം, എഫ് ആണ് ഇറെഡ്യൂസിബിൾ പോളിനോമിയലെങ്കിൽ ഡൊമൈൻ ഓഫ് പോളിനോമിയൽസ് ഓവർ ഇയിൽ നമുക്ക് എന്ത് ചെയ്യാം, 0 എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലീനിയർ ഫാക്ടറായി പോളിനോമിയലിനെ ലീനിയർ ഫാക്ടറായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, രണ്ടും ഈക്വലൻ്റ് കണ്ടീഷൻ. Okay, so therefore its factorization into linear factor in the domain of polynomials over f closure actually takes place in the domain of polynomials over E. So f of x places in E. അതായത് f of xന് ഇയിലൊരു 0 ഉണ്ട്, f of x ഓർ f ഇറെഡ്യൂസിബിളും ആണെങ്കിൽ ഇയിൽ f of xൻ്റെ എല്ലാ സീറോസും എവിടെ തന്നെ വരും, ഇയിൽ തന്നെ വരും. അല്ലെങ്കിൽ f of xനെ നമുക്ക് ഓർ ഈ ലീനിയർ പോളിനോമിയൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. സോ അവിടുന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന അടുത്ത കൊറോളറി, സപ്പോസ് ഈസ് ഇൻ ദി അൾജിബ്രിക് ക്ലോഷർ ഓഫ് എഫ് ആൻഡ് ഈസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓവർ എഫ്. നമ്മൾ തൊട്ട് മുന്നത്തെ തിയറത്തിൽ അസ്യൂം ചെയ്ത കണ്ടീഷൻ തന്നെയാണ്. ദെൻ എവറി ഐസോമോർഫിസം മാപ്പിംഗ് ഓഫ് ഇ ഓൺ ടു എ സബ് ഫീൽഡ് ഓഫ് എഫ് ക്ലോഷർ ലീവിങ് എഫ് ഫിക്സ്ഡ് ഈസ് ആക്ച്വലി ആൻ ഓട്ടോമോർഫിസം ഓഫ് ഇ. ഈസ് ആക്ച്വലി ആൻ ഓട്ടോമോർഫിസം of E. So in particular, if E is a splitting field of finite degree, field of finite degree over F, then indexing number E or F is equal to number of elements in the group of automorphisms of E leaving F fixed equal ആയിരിക്കും. ഓക്കെ, തിയറം പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള കൊറോളറിയിൽ അസ്യൂം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ എഫിൻ്റെ അൾജിബ്രിക് എക്സ്റ്റൻഷനാണ്. മോറോവർ അതൊരു സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്, ഓർ എഫ് ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്. സോ നമുക്കെന്ത് പറയാം, ഈന്ന് എഫ് ക്ലോഷറിൻ്റെ ഒരു സബ് ഫീൽഡിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന എഫ് ക്ലോഷറിൻ്റെ സബ് ഫീൽഡാണ്, മനസ്സിലാക്കുക. എഫ് ക്ലോഷറിൻ്റെ സബ് ഫീൽഡിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഐസോമോർഫിസംസ്
എഫിനെ ഫിക്സ് ചെയ്യുന്ന ഐസോമോർഫിസംസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഓട്ടോമോർഫിസംസ് ആയിരിക്കും. അതായത് ഇന്ന് ഇയിലേക്ക് തന്നെ ആയിരിക്കും. ഓക്കെ, സബ് ഫീൽഡ്, അതായത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ സബ് ഫീൽഡ് എന്ത് തന്നെ ആയിരിക്കും, ഇ എൻ ആയിട്ട് വരും. ഇൻ പെർട്ടിക്കുലർ ഇഫ് ഇ ഈസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ഫൈനൈറ്റ് ഡിഗ്രി ഓർ എഫ്, ദെൻ ഇൻഡെക്സ് നമ്പർ എന്തിന് ഈക്വൽ ആയിരിക്കും, നമ്പർ ഓഫ് ഓട്ടോമോർഫിസംസ് ഓൺ ഇ ലീവിങ് എഫ് ഫിക്സ്ഡിന് ഈക്വൽ ആയിരിക്കും. സോ പ്രൂഫ് സിമ്പിൾ. എവറി ഐസോമോർഫിസം sigma from E onto a subfield of F closure leaving F fixed can be extended to an automorphism tau of F closure by isomorphism extension theorem. ഓക്കെ, അതായത് ഇന്ന് എഫ് ക്ലോഷറിൻ്റെ സബ്ഫീൽഡിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന എഫിനെ ഫിക്സ് ചെയ്യുന്ന ഏതൊരു ഐസോമോർഫിസത്തിന് നമുക്ക് എന്ത് ചെയ്യാം, എഫ് ക്ലോഷറിലേക്കുള്ള ഐസോമോർഫിസായിട്ട്, അതായത് എഫ് ക്ലോഷറിൻ്റെ മുകളിലുള്ള ഒരു ഓട്ടോമോർഫിസായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം ബൈ ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറം. സോ ദെർഫോർ ഇഫ് E is a splitting field or F, then നമുക്ക് എന്ത് പറയാം, ഈ ടോനെ നമ്മളിപ്പോൾ സിഗ്മനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ടോ എത്തി. ഓക്കെ, എഫ് ക്ലോഷറിൻ്റെ മുകളിലുള്ള ടോ എത്തി. അപ്പോൾ ആ ടോനെ നമുക്ക് ഇയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് കൊടുത്താൽ എന്ത് ഒരു സിഗ്മ ആയിട്ട് വരും. അതെന്തായിരിക്കും, അത് ഓട്ടോമോർഫിസ് ആയിരിക്കും. ഓക്കെ, അതാണ് തൊട്ട് മുന്നേ നമ്മൾ പ്രൂവ് ചെയ്തത്. ഓക്കെ, അതായത് എഫ് ക്ലോഷറിലേക്ക് ഉള്ള ഒരു ഓട്ടോമോർഫിസം ടോ എടുത്താൽ എങ്ങനെയുള്ള ഓട്ടോമോർഫിസം, എഫിനെ ഫിക്സ് ചെയ്യുന്ന രൂപത്തിലുള്ള ഓട്ടോമോർഫിസം എടുത്താൽ അതിനെ നമ്മൾ പ്രൂവ് ചെയ്തു ഇയിലേക്കുള്ള ഓട്ടോമോർഫിസത്തിനെ ഇൻഡ്യൂസ് ചെയ്യുന്നു. സോ ടോനെ ഇയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് കൊടുത്താൽ അത് ഇയിലേക്കുള്ള ഓട്ടോമോർഫിസായിരിക്കും. സോ നമ്മളുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇൻ പെർട്ടിക്കുലർ ഫോർ എ finite splitting field E or F, every isomorphic mapping of E onto a subfield of F closure leaving F fixed is an automorphism of E. So this index number is equal to number of automorphisms on E leaving F fixed. Okay, so example നോക്കാം. നമ്മളുടെ ഈ ഒരു ഫീൽഡ് ഓഫ് റാഷണൽസിൻ്റെ ഈ ഒരു എക്സ്റ്റൻഷൻ, റാഷണൽസും റൂട്ട് 2നെയും റൂട്ട് 3നെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡ് കൺസിഡർ ചെയ്താൽ അത് ആക്ച്വലി എന്തിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആയിരിക്കും, x² - 2 എന്നുള്ള പോളിനോമിയലിൻ്റെയും x² - 3 എന്നുള്ള പോളിനോമിയലിൻ്റെയും സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആയിരിക്കും. ഒന്നില്ലെങ്കിൽ ഈ ഒരു സെറ്റിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവരെ പ്രൊഡക്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന പോളിനോമിയലിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആയിരിക്കും. എങ്ങനെയും കൺസിഡർ ചെയ്യാം. സോ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തന്നെയുള്ള ഓട്ടോമോർഫിസംസ്, എഫിനെ ഫിക്സ് ചെയ്യുന്ന 4 ടൈപ്പ് ഓട്ടോമോർഫിസംസ് ആണുള്ളത്. നമ്മൾ ഓൾറെഡി ഐ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മാപ്പ്. ആക്ച്വലി ഈ ഓട്ടോമോർഫിസംസിനെ, എഫിനെ ഫിക്സ് ചെയ്യുന്ന ഓട്ടോമോർഫിസംസിനെ ക്യാരക്ടറൈസ് ചെയ്യുക റൂട്ട് 2ൻ്റെയും റൂട്ട് 3ൻ്റെയും ഇമേജസ് ആണ്. ഓക്കെ, സോ ഐ എന്ന് പറഞ്ഞാൽ റൂട്ട് 2നെ ഐഡൻറ്റിറ്റി മാപ്പ്, അതായത് റൂട്ട് 2നെ റൂട്ട് 2ലേക്ക് തന്നെ മാപ്പ് ചെയ്യും, റൂട്ട് 3നെ റൂട്ട് 3ലേക്ക് തന്നെ മാപ്പ് ചെയ്യും. സിഗ്മ 1 എന്ന് പറഞ്ഞാൽ റൂട്ട് 2നെ -√2ലേക്ക് മാപ്പ് ചെയ്യും, റൂട്ട് 3നെ റൂട്ട് 3ലേക്ക് തന്നെ മാപ്പ് ചെയ്യും. സിഗ്മ 2 എന്ന് പറഞ്ഞാൽ റൂട്ട് 2നെ റൂട്ട് 2ലേക്ക് തന്നെ മാപ്പ് ചെയ്യും, റൂട്ട് 3നെ -√3ലേക്ക് മാപ്പ് ചെയ്യും. സിഗ്മ 3 എന്ന് പറഞ്ഞാൽ റൂട്ട് 2നെ -√2ലേക്ക് മാപ്പ് ചെയ്യും, റൂട്ട് 3നെ -√3ലേക്കും മാപ്പ് ചെയ്യും. അപ്പോൾ ഈ 3 നമ്പർ ഓഫ് ഓട്ടോമോർഫിസംസേ ഉണ്ടാകുള്ളൂ. വി ആർ ഓൾ ദി ഓട്ടോമോർഫിസംസ് ഓഫ് ഡൊമൈൻ ഫീൽഡ് ഓഫ് റാഷണൽസ്, സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് റാഷണൽസ് റൂട്ട് 2 ആൻഡ് റൂട്ട് 3 ലിവിങ് ക്യൂ ഫീൽഡ് ഓഫ് റാഷണൽസ് ഫിക്സ്ഡ്. സോ നമുക്ക് ഈ ഒരു ഇൻഡെക്സ് നമ്പർ എന്തിന് ഈക്വൽ ആയിരിക്കും, ഈ ഒരു ഗ്രൂപ്പിൻ്റെ കാർഡിനാലിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ഈ ഗ്രൂപ്പിൻ്റെ കാർഡിനാലിറ്റി എന്തായിരിക്കും, 4 ഓട്ടോമോർഫിസമാണ്. സോ 4. ഇതേപോലെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു എക്സാമ്പിളാണിത്. നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്നുള്ള ഈ സെക്ഷനിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നെക്സ്റ്റ് സെക്ഷൻ സെപ്പറബിൾ എക്സ്റ്റൻഷൻ. ഈ ഒരു ആദ്യത്തെ കുറച്ച് ഭാഗം കൂടെ പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ സെപ്പറബിൾ എക്സ്റ്റൻഷൻ. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് ഡെഫിനിഷൻ. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ ഇൻ ദി ഡൊമൈൻ ഓവർ ദി ഫീൽഡ് ഓഫ് എഫ് ആൻഡ് എലമെൻറ്റ് ആൽഫ ഇൻ
algebraic closure of f such that f of alpha is equal to 0 is a 0 of f of x of multiplicity gamma. അതായത് ഒരു റൂട്ടിൻ്റെ എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു ഫീൽഡിൻ്റെ മുകളിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള എഫ് എന്നുള്ള ഫീൽഡിൻ്റെ മുകളിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു പോളിനോമിയലിൻ്റെ ഒരു റൂട്ടാണ് ആൽഫ. അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി ഗാമയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എഫ് ഓഫ് എക്സിനെ എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും എക്സ് മൈനസ് ആൽഫ ഹോൾ ടു ദി പവർ ഗാമ. ഓക്കെ, ആ ഗാമൻ്റെ ചോയ്സ് ഗ്രേറ്റസ്റ്റ് ആയിട്ടും, അതായത് എക്സ് മൈനസ് ആൽഫ ഹോൾ ടു ദി പവർ ഗാമ ഇതിൻ്റെ ഫാക്ടർ ആയിരിക്കും. ഗാമ പ്ലസ് 1 എക്സ് മൈനസ് ആൽഫ ഹോൾ ടു ദി പവർ ഗാമ പ്ലസ് 1 എന്താവില്ല, ഫാക്ടർ ആവില്ല. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സിനെ മൾട്ടിപ്ലിസിറ്റി എഫ് ഓഫ് എക്സ് എന്നുള്ള പോളിനോമിയലിൻ്റെ ആൽഫ എന്നുള്ള സീറോൻ്റെ മൾട്ടിപ്ലിസിറ്റി ഗാമയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സിനെ എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് മൈനസ് ആൽഫ ഹോൾ ടു ദി പവർ ഗാമ ഇൻറ്റു സം പോളിനോമിയൽ ജി ഓഫ് എക്സ് എന്ന് എഴുതാം. ജീൻ്റെ ഫാക്ടർ ആവില്ല എക്സ് മൈനസ് ആൽഫ, അല്ലെങ്കിൽ ആൽഫ ജീൻ്റെ എന്താവില്ല, 0 ആവില്ല. ഓക്കെ, ജി ഓഫ് ആൽഫ ഈസ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അതാണ് മൾട്ടിപ്ലിസിറ്റി, ഒരു പോളിനോമിയലിൻ്റെ ഒരു റൂട്ടിൻ്റെ മൾട്ടിപ്ലിസിറ്റി. സോ ഫസ്റ്റ് തിയറം പറയുന്നത് ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓർ ദി ഫീൽഡ് ഓഫ് എഫ്, അതിൻ്റെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽസിൻ്റെ റൂട്ട്സിൻ്റെ മൾട്ടിപ്ലിസിറ്റി ഇൻ ദി അൾജിബ്രിക് ക്ലോഷർ ഓഫ് എഫ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എടുത്താൽ ഓർ എ ഫീൽഡ് എഫ് എടുത്താൽ അതിൻ്റെ റൂട്ട്സിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് തിയറം അത് ആ ഒരു തിയറം അതിൻ്റെ കൊറോളറി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെഷൻ, ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. സോ സപ്പോസ് വി ഹാവ് 2 roots alpha and beta for f of x, where f of x is irreducible polynomial in the domain of or the domain of in the domain of polynomials of over f. So f of x എന്താണ്? ഇറഡ്യൂസിബിൾ ആണ്. സോ ആൽഫയും ബീറ്റ അതിൻ്റെ ഓർ എഫ് ഇറഡ്യൂസിബിൾ ആണ്. സോ ആൽഫയും ബീറ്റയും കോൺജുഗേറ്റ്സ് ആയിരിക്കും. സെയിം ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ റൂട്ട്സ് ആണ്. സോ കോൺജുഗേറ്റ്സ് ആയിരിക്കും. സോ ബൈ കോൺജുഗേഷൻ ഐസോമോർഫിസം തിയറം നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സൈ ആൽഫ ബീറ്റ എന്നുള്ള മാപ്പ് സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആൻഡ് ആൽഫയിൽ നിന്ന് സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആൻഡ് ബീറ്റയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന നമുക്ക് ഇങ്ങനെ ഒരു കോൺജുഗേഷൻ ഐസോമോർഫിസം ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്ത് പറയാം? ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറ പ്രകാരം ഈ കോൺജുഗേഷൻ ഐസോമോർഫിസത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? എഫ് ക്ലോഷറിലേക്ക്, അൾജിബ്രിക് ക്ലോഷറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. സോ സൈ ആൽഫ കോമ ബീറ്റ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു ആൻ ഐസോമോർഫിസം ടോ ഫ്രം എഫ് ക്ലോഷർ ടു എഫ് ക്ലോഷർ. കാരണം ഈ സൈ ആൽഫ കോമ ബീറ്റ എന്ത് ചെയ്യും? എഫിനെ ഫിക്സ് ചെയ്യുന്ന ഐസോമോർഫിസാണ്, അതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. സോ ദെൻ നേരെ തിരിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടോനെ എന്ത് ചെയ്യാം? ഡൊമൈൻ ഓഫ് പോളിനോമിയൽസ് ഓവർ അൾജിബ്രിക് ക്ലോഷർ ഓഫ് എഫ് എന്ന് ഡൊമൈൻ ഓഫ് പോളിനോമിയൽസ് ഓവർ അൾജിബ്രിക് ക്ലോഷർ ഓഫ് എഫിലേക്ക് ഒരു ഐസോമോർഫിസം, ഫീൽഡ് ഐസോമോർഫിസ് അല്ല, ഇത് ഇൻ്റഗ്രൽ ഡൊമൈൻ ആയിരിക്കും. ഇൻ്റഗ്രൽ ഡൊമൈൻ അല്ലെങ്കിൽ റിംഗ് ഐസോമോർഫിസായിട്ട് റിംഗ് ഐസോമോർഫിസം ഇൻഡ്യൂസ് ചെയ്യും. എങ്ങനെ ചെയ്താൽ മതി? എക്സിനെ എക്സിലേക്ക് തന്നെ മാപ്പ് ചെയ്യാം. ഓക്കെ, എക്സ് എങ്ങോട്ടാണോ മാപ്പ് ചെയ്യുന്നത് വെച്ചിട്ട് നമുക്ക് ഈ ഇതിനെ ക്യാരക്ടറൈസ് ചെയ്യാം. കാരണം ഏതൊരു പോളിനോമിയൽ എടുത്താലും അത് ഫീൽഡിലെ എലമെൻസിൻ്റെയും എക്സ് എങ്ങോട്ടാണോ മാപ്പ് ചെയ്യുന്നതിനും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഐസോമോർഫിസം വരാം. ഓക്കെ, സോ എഫിലുള്ള എലമെൻസിനെ എഫ് ക്ലോഷറിൽ ഓക്കെ, സോ ടോ എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. സോ നൗ നമ്മളുടെ സൈ ആൽഫ കോമ ബീറ്റ എന്നുള്ള ഈ ഒരു ഓട്ടോമോർഫിസം എഫിനെ ഫിക്സ് ചെയ്യും. സോ എഫ് ഓഫ് എക്സ് ഡൊമൈൻ ഓഫ് പോളിനോമിയൽസ് ഓവർ എഫിലുള്ള ഒരു പോളിനോമിയൽ ആണെങ്കിൽ ടോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ത് തന്നെയായിരിക്കും? ടോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ത് തന്നെയായിരിക്കും? ഫിക്സ് ചെയ്യും. കാരണം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് എഫിലുള്ള ഓവർ ദി ഫീൽഡ് ഓഫ് എഫ് ഒരു പോളിനോമിയലാണ്. അപ്പോൾ അതിൻ്റെ പോളിനോമിയലിൻ്റെ കോയിഫിഷ്യൻസ് എല്ലാം ഫീൽഡ് എഫിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. സൈ ആൽഫ കോമ ബീറ്റ എഫിലുള്ള എലമെൻറ്റ്സിന് എന്ത് ചെയ്യും? ഫിക്സ് ചെയ്യും. അപ്പോൾ ടോ എക്സ് എന്നുള്ള ഈ മാപ്പ്, അല്ലെങ്കിൽ ഇത് ടോ എക്സ് ആക്ച്വലി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ടോ എന്നാണ്. ടോ ആക്ച്വലി സൈ ആൽഫ കോമ ബീറ്റൻ്റെ എക്സ്റ്റെൻഡ് ചെയ്താണ്. ഐസോമോർഫിസം എക്സ്റ്റൻഷൻ തിയറ പ്രകാരം എക്സ്റ്റെൻഡ് ചെയ്താണ്. സോ ടോ എക്സ് എന്തിനെ ഫിക്സ് ചെയ്യും? എഫ് ഓഫ് എക്സിനെ ഫിക്സ് ചെയ്യും. കാരണം ടോ എക്സ് എന്ന് പറഞ്ഞാൽ ടോ എന്ന് പറഞ്ഞാണ് ടോ എഫിനെ ഫിക്സ് ചെയ്യും.
ഓക്കെ ടോ എക്സിനെ ഫിക്സ് ചെയ്യും. സോ എഫ് ഓഫ് എക്സിലുള്ള എഫ് ഓഫ് എക്സിൻ്റെ എല്ലാ കോയിഫിഷ്യൻസിനെയും ടോ എക്സ് എന്ത് ചെയ്യും ഫിക്സ് ചെയ്യും. സോ എക്സ് മൈനസ് ആൽഫനെ ടോ എക്സ് എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുക? ടോ എക്സ് ഓഫ് എക്സ് മൈനസ് ആൽഫ ഹോൾ ടു ദി പവർ ഗാമനെ എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുക? എക്സിനെ ഫിക്സ് ചെയ്യും. ടോ എക്സ് ആൽഫനെ എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുക? ബീറ്റയിലേക്കേക്ക് മാപ്പ് ചെയ്യുക. കാരണം ടോ എക്സ് ഓഫ് ആൽഫ എന്തായിരിക്കും? ടോ എക്സ് ഓഫ് ആൽഫ വിൽ ബി ഈക്വൽ ടു ടോ ഓഫ് ആൽഫ. ടോ ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ സൈ ഓഫ് ആൽഫ കോമ ബീറ്റ ഓഫ് ആൽഫ വിച്ച് വിൽ ബി ഈക്വൽ ടു ബീറ്റ. സോ എക്സ് മൈനസ് ആൽഫ ഹോൾ ടു ദി പവർ ഗാമയിലേക്ക് വരാം. സോ നമുക്ക് എന്ത് പറയാം? ദി മൾട്ടിപ്ലിസിറ്റി ഓഫ് ബീറ്റ ഇൻ എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദി മൾട്ടിപ്ലിസിറ്റി ഓഫ് എഫ് ഓഫ് എക്സ്. കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട് സിൻസ് ബ്രാക്കറ്റിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം ടോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ ഹോൾ ടു ദി പവർ ഗാമ ഇൻറ്റു ടോ എക്സ് ഓഫ് ഞാൻ എഫ് ഓഫ് എക്സിനെ എങ്ങനെ എഴുതുന്നുണ്ട്? ആദ്യത്തെ സ്റ്റെപ്പിൽ ടോ എക്സ് ഓഫ് എക്സ് മൈനസ് ആൽഫ വെച്ചിട്ട് ഫാക്ടറൈസ് ചെയ്ത് എക്സ് മൈനസ് ആൽഫ ഹോൾ ടു ദി പവർ ഗാമ ഇൻറ്റു ടോ എക്സ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിന് ആദ്യം എന്ത് ചെയ്യാം? ഫാക്ടറൈസ് ചെയ്യുക. ടോ എക്സ് മൈനസ് ആൽഫ ഹോൾ ടു ദി പവർ ഗാമ വെച്ചിട്ട് ഫാക്ടറൈസ് ചെയ്യാം. സോ ജി ഓഫ് ആൽഫ എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു 0. സോ നമുക്ക് ടോ എക്സ് എന്താണ്? ഐസോമോർഫിസ് ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിലെല്ലാം സ്പ്ലിറ്റ് ചെയ്യും. സോ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ടോ എക്സ് ഓഫ് എക്സ് മൈനസ് ആൽഫ ഹോൾ ടു ദി പവർ ഗാമ ഇൻറ്റു അല്ലെങ്കിൽ ഹോൾ ടു ദി പവർ ടോ എക്സ് ഓഫ് എക്സ് മൈനസ് ആൽഫ ഹോൾ ടു ദി പവർ ഗാമ ഇൻറ്റു ടോ എക്സ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം. സോ ഇതിനെങ്ങനെ എഴുതാം? ആൻഡ് ടോ എക്സ് ഓഫ് എക്സ് മൈനസ് ആൽഫ ഹോൾ ടു ദി പവർ ഗാമ ഞാൻ ഓൾറെഡി ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സ് മൈനസ് ബീറ്റ ഹോൾ ടു ദി പവർ ഗാമ ഇൻറ്റു സം ടോ എക്സ് ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ. സോ നമുക്കെന്ത് പറയാം? മൾട്ടിപ്ലിസിറ്റി ഓഫ് ബീറ്റ ഇൻ എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദി മൾട്ടിപ്ലിസിറ്റി ഓഫ് ആൽഫ ഇൻ എഫ് ഓഫ് എക്സ് ആണെന്ന് പറയാം. സിമിലർലി ഞാൻ നേരെ തിരിച്ച് കൺസിഡർ ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ ഐസോമോർഫിസം ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു കൺക്ലൂഷനിൽ എത്തിയത് സൈ ആൽഫ കോമ ബീറ്റ എന്നുള്ള ഓട്ടോമോർഫിസം ഉപയോഗിച്ചിട്ടാണ്. നേരെ തിരിച്ച് സൈ ബീറ്റ കോമ ആൽഫ എന്നുള്ള ഓട്ടോമോർഫിസ് അല്ല ഐസോമോർഫിസ്. സൈ ബീറ്റ കോമ ആൽഫ എന്നുള്ള സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ബീറ്റേന്ന് എഫ് ആൻഡ് ബീറ്റേന്ന് സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആൻഡ് ആൽഫയിലേക്കുള്ള ഐസോമോർഫിസം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യും? ഇൻഇക്വാളിറ്റി റിവേഴ്സ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഇൻഇക്വാളിറ്റിയും കിട്ടും. സോ രണ്ട് ഇൻഇക്വാളിറ്റിയും ഒരുമിച്ച് ഹോൾഡ് ചെയ്യും. സോ മൾട്ടിപ്ലിസിറ്റി ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലിസിറ്റി ഓഫ് ബീറ്റ ആണ് എന്നുള്ളത് കിട്ടും. ഓക്കെ. സോ ഫസ്റ്റ് കൊറോളറി ഇമീഡിയറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന എഫ് ഓഫ് എക്സ് ഓർ ദി ഡൊമൈൻ ഓഫ് പോളിനോമിയൽസ് ഓർ എഫിൽ ഇറഡ്യൂസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഹാസ് എ ഫാക്ടറൈസേഷൻ in the domain of polynomials or F closure of the form a into product I runs from x minus alpha I whole to the power gamma, where alpha I are the distinct zeros of f of x in the F closure, algebraic closure of f, and a belongs to f. അതായത് സിമ്പിളാണ്. നമുക്ക് ഒരു എഫ് ഓർ ദി ഫീൽഡ് ഓഫ് എഫ് ഓഫ് എക്സ് എന്നുള്ള പോളിനോമിയൽ ഇറഡ്യൂസിബിൾ ആണെങ്കിൽ അതിൻ്റെ എഫ് ഓഫ് എക്സിൻ്റെ സീറോസിൻ്റെ മൾട്ടിപ്ലിസിറ്റി എല്ലാം എന്തായിരിക്കും? സെയിം ആകുമെന്നാണ് പ്രൂവ് ചെയ്തത്. സോ നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ മൾട്ടിപ്ലിസിറ്റി എഫ് ഓഫ് എക്സിൻ്റെ റൂട്ട്സ് ആണ് ആൽഫ ഐസ് എങ്കിൽ എനിക്ക് എന്ത് എഴുതാം എൻ സീറോസ് ഉണ്ട് എന്ന് കരുത്, എൻ ഡിസ്റ്റിങ്ക്റ്റ് സീറോസ്. സോ എക്സ് മൈനസ് ആൽഫ 1 n1, എക്സ് മൈനസ് ആൽഫ 2 n2 എക്സെട്ര ഇൻറ്റു എക്സ് മൈനസ് ആൽഫ എൻ കെ സീറോസ് ആണ്, n1 n2 കെ സീറോസ് ആണ് എക്സ് മൈനസ് ആൽഫ കെ എൻ കെ. തൊട്ട് മുന്നത്തെ തിയറം പ്രകാരം എഫ് ഓർ ദി ഫീൽഡ് ഓഫ് ഡൊമൈൻ ഓഫ് പോളിനോമിയൽസ് ഓവർ എഫിൽ ഇറഡ്യൂസിബിൾ ആണെങ്കിൽ ഈ മൾട്ടിപ്ലിസിറ്റി എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. സോ ഞാൻ അതിനെ കോമൺ ആയിട്ട് ഗാമ എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് പറയാം? ഓക്കെ, മോണിക് പോളിനോമിയൽ ആകണമെന്നില്ല. സോ ഒരു കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും വേണ്ടി. സോ
എ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ 1 ഹോൾ ടു ദി പവർ ഗാമ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ 2 ഹോൾ ടു ദി പവർ ഗാമ 2 ഗാമ എന്നെ സെയിം മൾട്ടിപ്ലിസിറ്റി ആയിരിക്കും എക്സെട്ര എക്സ് മൈനസ് ആൽഫ കെ ഹോൾ ടു ദി പവർ ഗാമ എന്ന് എഴുതാം. ഓക്കെ, അതാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഫോമിലാക്കിയതേ ഉള്ളൂ. സോ ഒരു ഇറെഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ റൂട്ട്സിൻ്റെ മൾട്ടിപ്ലിസിറ്റി എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും ഓർ ഫീൽഡ് എഫ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. ഇൻഡെക്സ് നമ്പറും ഡിഗ്രി ഓഫ് എക്സ്റ്റൻഷനും തമ്മിൽ റിലേഷൻ ഉണ്ട്. ഇൻഡെക്സ് നമ്പർ ഓഫ് ഇ ഓർ എഫ് എന്തിനെ ഡിവൈഡ് ചെയ്യും? ഡിഗ്രി ഓഫ് എക്സ്റ്റൻഷനെ ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ഇ ഓർ എഫ് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.